ഹായ് ഹലോ, രാജി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് 50 ആവണ്ട 30 കഴിഞ്ഞാൽ തന്നെ തടങ്ങായില്ലേ അവിടെയും ഇവിടെയൊക്കെ ഓരോ ഇട നരയ്ക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ നരയുള്ളവർക്ക്, പിന്നെ സ്ഥിരമായിട്ട് നര നമ്മൾ ഡൈ അടിക്കണവർക്ക് ഒക്കെ നമുക്ക് ഈ എണ്ണ തേച്ചാൽ മതി കേട്ടോ. ഒരു എണ്ണ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ആ എണ്ണ നമ്മൾ കുളിക്കണതിന്റെ മുന്നേ എന്താ പറയാ, തലയിലൊക്കെ നസലായിട്ട് തൊട്ട് പറ്റിയിട്ട് സാധാ നോർമൽ വെള്ളത്തിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിത്താളി എന്തെങ്കിലും വേണമെങ്കിൽ തേച്ച് കുളിക്കാം. ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ തേച്ചാൽ മുടിയിൽ ഡൈ അടിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ നിങ്ങൾ ഇപ്പൊ തന്നെ ശീലിച്ച് നോക്കിക്കോളൂ. അപ്പൊ എന്താ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വരും എൻ്റെ കൂടെ. അതിന് നമുക്ക് വേണ്ടത് കണ്ടോ, ഈ നീലാമരിയുടെ പൊടി നല്ലത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ. വാങ്ങുമ്പോൾ നിങ്ങൾ ചോദിച്ചു വാങ്ങുക, നല്ല നീലാമരിയുടെ കമ്പനി വേണമെന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോ അതെ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാം, നമ്മളെ നെല്ലിക്കപ്പൊടി കണ്ടില്ലേ, നെല്ലിക്കപ്പൊടി ഇനി വേണ്ടത്. പിന്നെ ഇനി നമുക്ക് പോയിട്ടേ വേറൊരു സാധനം എടുത്തു കൊണ്ടാണ്ടേ, അത് എന്താന്ന് പറഞ്ഞു തരാം. അതൊന്നുമല്ല, നമ്മളെ പനിക്കൂർക്കയുടെ ഇലയാണ്. നമുക്ക് പോയിട്ട് എടുക്കാം. നമുക്ക് വേണ്ടതായിരിക്കും നല്ല, ഞാൻ എടുത്തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ സാധാ വെളിച്ചെണ്ണ എടുത്തോളൂ. ഞാൻ അതാണ് തലയിൽ തേക്കുക. അപ്പൊ പിന്നെ ഇത് തേക്കാൻ സ്ഥിരം ഉണ്ടാക്കി വെച്ചാൽ എനിക്കിത് തേക്കാലോ. ഞാൻ ഉണ്ടാക്കി വെച്ചത് കഴിയാറായിക്കണ്ടു. അപ്പൊ എന്നാ എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ. നമ്മളിത് ഒരാഴ്ചത്തേക്ക് ഉള്ളതേ ഉണ്ടാക്കണ്ടു കേട്ടോ. ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കണില്ല, ഡബിൾ ബോയിലിംഗ് ആണ്. കാണിച്ചു തരാൻ വരും. അതിന് നമ്മൾ കണ്ടോ, ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം അടുപ്പത്ത് വെച്ചു. അത് തിളയ്ക്കട്ടെ. ഒരു സ്പൂണ് നീലാമരി പൊടി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നമ്മളൊരു സ്പൂണ് നെല്ലിക്കപ്പൊടി എടുത്തു. ഇത്ര വേണ്ടു നമുക്ക്. അതിനുള്ള എണ്ണ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. രണ്ടും കൂടി ഒന്നിങ്ങനെ ഇതാക്കിയതിൻ്റെ ശേഷം എന്താ കട്ടയ്ക്കൊന്ന് ഉടയ്ക്കണമെന്ന് മാത്രം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കണില്ല. അതിലേക്ക് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇത്ര എണ്ണ ഞാൻ ഒഴിക്കണുള്ളൂ. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ നല്ല ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ്. അടുപ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോയിലിങ്ങിന് വെക്കുകയാണ് കേട്ടോ. ഇതാ വെള്ളം തിളച്ചു തുടങ്ങി. നല്ല നോക്കണേ, കൈ പൊള്ളും. ആ പിടി വേണ്ടതായിരുന്നു അല്ലേ. തിളയ്ക്കുമ്പോൾ സിമ്മിലാക്കാം. ഇനി ഇത് നമ്മൾ എണ്ണ നല്ല ചൂടാവണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് നേരം ഇതിലിങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്യണം. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്യണം. നമ്മൾ വേറെ ഒരു സാധനം കൂടി ഇതിലിടുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തു കൊടുക്കുന്ന പനിക്കൂർക്കല്ലേ, ഈ ഇല നമ്മളിതിൽ ഇങ്ങനെ ഇട്ടാൽ മതി. പൊട്ടിച്ചിടണമെന്നില്ലാണ്ടല്ലേ, ഇങ്ങനെ ഇട്ടാൽ മതി. ഈ 3 ഇല നമ്മളിങ്ങനെ ഇട്ടാൽ മതി. എന്താ വെച്ചാൽ നമുക്ക് നെല്ലിക്ക നിങ്ങൾക്ക് അറിയില്ല, അകാലനര കുറയ്ക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മളെ നെല്ലിക്ക ഇട്ട് കാച്ചി എണ്ണ തേച്ചാലും നമുക്ക് വെളിച്ചെണ്ണ കാച്ചുമ്പോഴേ നെല്ലിക്ക ഇട്ട് എണ്ണ ഉണ്ടാക്കുക. എങ്കിലും നമ്മൾ അകാലനര നല്ല പോകുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ തേക്കുക. കുട്ടികളിലൊക്കെ ഇപ്പൊ തന്നെ തേച്ച് ശീലിപ്പിച്ചോളൂ. അത്ര നമ്മളെ മുടിക്ക് കുഴപ്പമൊന്നുമില്ലേ. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ഈ നീലമരി ഇട്ടിട്ടുള്ളത് നമ്മളുടെ ഏത് കുട്ടികൾക്കും അത് തേക്കാട്ടോ. ഇപ്പൊ തന്നെ തേച്ച് തുടങ്ങിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഒരു പ്രായമാകുമ്പോഴേക്കും മുടി നരക്കില്ല. നമുക്കൊക്കെ ഇപ്പൊ വല്ലാതെ മുടി നരയ്ക്കുന്നു. കെമിക്കൽ തേച്ചാൽ എന്താണെന്നറിയോ, പെട്ടെന്ന് ഹെയർ ഡൈ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കറുത്ത് കിട്ടണമൊക്കെ ഉണ്ട്, സുഖമാണ്. പക്ഷെ എങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് തേക്കാനൊന്നും അത് പറ്റുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പേടിക്കാതെ സ്ഥിരം കുളിക്കുമ്പോൾ തേക്കാം. തോർത്തിലാവുക ഒന്നും പേടിക്കേണ്ട. തോർത്തിലൊന്നും ആവണില്ല കേട്ടോ. നമ്മൾ ഞാൻ ഇത് തേക്കണതാണേ. സ്ഥിരം ഞാനിതിങ്ങനെ തേക്കുന്നുണ്ട്. ഞാൻ 1.5 ദിവസം എണ്ണ തേക്കുള്ളൂ. ഇപ്പൊ കർക്കിടക ആവുകൊണ്ട് ദിവസം തേക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ ദിവസം മാത്രം വെർജിൻ കോക്കനട്ട് ഓയിൽ തേച്ച് കാട്ടി കൊടുക്കും, മുടിക്കുള്ള എന്തെങ്കിലും ചെയ്യണ ദിവസം. അല്ലാത്ത ദിവസം ഞാൻ ഈ മുടി കറക്കണത് എണ്ണയാണ് തേക്കണത് കേട്ടോ. അപ്പോൾ നല്ല തിളക്കട്ടെ. കണ്ടില്ലേ? നല്ല തിളക്കട്ടെ. എനിക്ക് വെള്ളം ആവണ്ടെന്ന് മാത്രം. കെട്ടി തിളക്കുന്നുണ്ട് വെള്ളം. അപ്പൊ ഈ എണ്ണ ഇങ്ങനെ നല്ല ചൂടായി. കണ്ട കളറ് മാറി വന്നു. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ഇതിന്റെ കളറ് മാറി വരുന്നേ വേണ്ട. കൈ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടായി കേട്ടോ. അപ്പൊ നമ്മൾ ഈ പനിക്കൂർക്കട ഇലയൊക്കെ ഇതിലേക്ക് സത്തൊക്കെ ഇറങ്ങി ചേർന്നു. ഇത് നമ്മൾ ഇനി തേക്കുമ്പോ ഇങ്ങനെ ഈ പനിക്കൂർക്കട ഇല എടുത്ത് കളയണ്ട കേട്ടോ. ഇത് തന്നെ ഇരിക്കട്ടെ. നമ്മളിനി ഇത് തേക്കണ സമയത്ത് ഇങ്ങനെ തന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. നമ്മളൊരു കുപ്പിയിലെ തണുത്ത് കഴിഞ്ഞാൽ 2 ദിവസേന നമ്മൾ ഇതിന്റെ തെളി എടുത്ത് ഇങ്ങനെ തേക്കുക തലയിൽ കേട്ടോ.
പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ എണ്ണ ഉണ്ടാക്കുക. ഇതിപ്പോ ഒരാഴ്ച പറഞ്ഞാൽ 7 ദിവസത്തിനൊക്കെ ഉണ്ടാവും. ഒക്കെ ഒരാഴ്ച 8 ദിവസത്തിനും 10 ദിവസത്തിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതിനുള്ള എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഉഴപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് എണ്ണ എടുക്കണ്ടു. ഇനി ഇത് ഞാനൊന്ന് തിളച്ചു, നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെ എല്ലാവരും ഒരു 2 മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല. കണ്ടില്ല, ഇപ്പൊ ഞാൻ വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലേ വെള്ളം, കണ്ടില്ല? അത്രയും കുറച്ച് സമയം വേണം കേട്ടോ, നേരിട്ട് അടുപ്പിൽ ഡയറക്റ്റ് വെക്കാത്തോണ്ടേ. അപ്പൊ നമ്മൾ ഇതിന്ന് എണ്ണ എടുക്കുകയാണേ. ഇനി ഞാൻ ചൂടാറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂടാറി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചു. ഇനി ഇത് നിങ്ങളൊരു എയർ ടൈറ്റ് ഉള്ള കുപ്പിയിലേക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ ഈ പെനിക്കൂർക്കയുടെ ലയിൽ തന്നെ കടന്നോട്ടെ. ഒരാഴ്ചത്തേക്കല്ലേ നമുക്കിത് തികയുള്ളൂ. അപ്പോ ഇതിന്റെ കളറൊക്കെ കണ്ടോ അത്യാവശ്യം. ഇത് ഇനി നമ്മൾ തേക്കുക ഒന്നുമല്ല, നമ്മളെ മുടി എവിടേക്കാണോ നമുക്ക് നരപ്പുള്ള വെച്ചാൽ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ തൊട്ട് പെരട്ട് തന്നെ ചെയ്യാട്ടോ. ഇങ്ങനെ ഇതിന്ന് എടുക്കുക. നമ്മൾ ഡൈ അടിക്കണ പോലെ തന്നെ. ഞാൻ ഇപ്പോ ഒരുപാട് തേച്ച് കാണിച്ചു തരുന്നില്ല, കാരണം എന്റെ കുളി കർക്കിടക മാസം പ്രമാണിച്ച് കുളിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് തേച്ചിട്ട് അന്ന് ഞാൻ കുളിച്ചിട്ടുള്ളത്. അപ്പോ ഇതെങ്ങനെ തേക്കാന്ന് കാണിച്ചു തന്നത് മാത്രം. നിങ്ങൾ ഇഴ എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഇഴ മാറ്റിയതിന് ശേഷം നരമുള്ളടത്ത് മാത്രം ഇതിങ്ങനെ വിരലിമ്പിലാക്കിയിട്ട് തൊട്ട് പരത്തിയാൽ മതി. ഇത് നമ്മളെ വിരലിലേക്ക് കറുപ്പ് കളർ വരുന്നില്ല, മുടിയിലേക്ക് കേട്ടോ അത് കറുപ്പ് കളർ വരുന്നുള്ളൂ. ഇതിനൊരു ഡാർക്ക് എന്താ പറയുക, ഇതിന്റെ കളറ് ബ്ലാക്ക് അല്ലേ, ഇനി ഒരു ചുവപ്പും അല്ല ബ്ലാക്കും അല്ല, നെല്ലിക്കപ്പൊടി ഉണ്ടാവുകൊണ്ടേ ചുവപ്പും അല്ല ബ്ലാക്കും അല്ല, ഒരു പച്ചയല്ലാത്തൊരു എന്തിന്റെ എല്ലാം കൂടി കലർന്ന ഒരു കളറാട്ടോ. അപ്പൊ നിങ്ങൾ ഇതന്നെ ഇങ്ങനെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് അങ്ങനെ ഒന്നും ഇതൊന്ന് ഉപേക്ഷിക്കേണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. എന്നിങ്ങനെ തെളി നിങ്ങൾ എടുത്തിട്ട് ഡെയിലി ഇങ്ങനെ കുളിക്കുമ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുക. ഒരു 10-20 മിനിറ്റ് മുന്നേ നിങ്ങൾ കുളിക്കണതിന്റെ മുന്നേ അത് തേച്ചാൽ മതി. സ്ഥിരം ഇങ്ങനെ തേച്ചാൽ നിങ്ങളെ മുടി നല്ല കട്ടക്കറുപ്പാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണമെന്ന്. അമ്മ ഒരു കാര്യം പറയാൻ എപ്പോഴും മറക്കുകയാണ്. അമ്മ എന്നും 1:30 നമ്മളെ വീഡിയോ ഇടുന്നത്. അപ്പോ ചിലവർക്ക് ബെല്ലൈക്കൻ അമർത്തണില്ല തോന്നുന്നു. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി നമ്മൾ ചെയ്യാത്തോണ്ടാ തോന്നുന്നു ചിലവർ വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്, ആക്ഷേപം. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ അമ്മയ്ക്ക് ലൈക്ക് തരണം. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോ കിട്ടും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.